റിയൽ സ്കിന്നിൽ നമ്മൾ ടാറ്റൂ ചെയ്യുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് എല്ലാ സാധനവും ക്ലീൻ റാപ്പ് ചെയ്യണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നിന്നുള്ള പ്ലാസ്മ, അല്ലെ, പുള്ളിക്കാരൻ്റെ ബോഡിയിൽ നിന്നുള്ള പ്ലാസ്മ നമ്മുടെ കയ്യിലോട്ടാവും. ഈ കൈ വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കുമ്പം ഈ സാധനമൊക്കെ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന് ഒരു ബാക്ടീരിയ ഇതിന് ഇൻസൈഡ് ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇങ്ക് ഇൻഫെക്റ്റഡ് ആകും. ടോട്ടൽ ഇങ്ക് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നീ ഒരു 25 ക്ലയൻറ്റിന് ടാറ്റൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 25 ക്ലയൻറ്റിനും ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്കിൻ റാപ്പ് ചെയ്യുക, സ്റ്റേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്യുക. സ്റ്റേഷൻ സെറ്റപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രൊസീജിയർ സ്റ്റേഷൻ മേക്ക് ചെയ്യുക है ना. हम लोग जब भी टैटू स्टार्ट करते हैं तो पहले हम लोग का फ़र्ज़ बनता है कि हम लोग इसको क्लीन करें. पहले इसको पूरा प्रॉपर सेटअप लगाने के बाद में खाली हम लोग मशीन पकड़ेंगे. और मशीन जब भी लेना है देन आफ्टर क्या है कि जब आप स्टेशन क्लीन करोगे तो उस टाइम में भी आप लोग का ग्लव्स होना चाहिए हाथ पे, क्योंकि जितना हाइजीनिक रहेगा पहले खुद को सेफ रखना है, बाद में क्लाइंट को सेफ रखना है. तो ऐसे करते करते होता है. और बहुत चीज़ होता है टैटू में. हम लोग जब गलती होता है तभी हम लोग सीखते हैं, पर वो गलती नहीं करने के लिए हम लोग ये स्कूल यूज़ करते हैं. മിസ്റ്റേക്ക് ചെയ്യാൻ നമ്മൾ സ്കൂളിൽ വരേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മിസ്റ്റേക്ക് ചെയ്യാം. ഏത് നീഡിലായിട്ടാണ്? 7 ഏതാണ്? 6. ഈ 7 6 നീ ഷെയ്ഡ് 6 നീഡിലിട്ട് തന്നെ പോവല്ലോ. 6S നീഡിൽ ചേഞ്ച് ചെയ്യണം. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞ നിനക്ക് നീ തിരിച്ച് ചോദിക്കണം, ഇതെൻ്റെ കിടക്കുന്നത് 7 6 ഓക്കെ, ഞാൻ 6S മാറണോ, ഈ നീഡിൽ തന്നെ മതിയോ? ഏത് സാധനത്തിൽ തൊട്ടിരുന്നാലും ശരി, നീ ചെയ്ത നമ്മളെ ഏത് സാധനത്തിൽ തൊട്ടാലും ടാറ്റൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് നമ്മൾ എന്ത് തൊട്ടിരുന്നാലും ശരി, അതെല്ലാം നമുക്ക് മൈൻഡിൽ വേണം. നമുക്കത് തൊടാൻ പാടുണ്ടോ അവിടെ, കാര്യം ആ പോർഷൻ എല്ലാം ഇൻഫെക്റ്റഡ് ആവും. നമ്മൾ എവിടെയൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ അത് കഴിഞ്ഞുകൊണ്ടേ തന്നെ നമ്മൾ അവിടെ സാനിറ്റൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലോസ് ഏരിയയിലായിരിക്കും എപ്പോഴും ടാറ്റൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ആയിരിക്കുമല്ലോ. ഈ AC ആയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ആൾക്കാരുടെ ഈ ടിഷ്യൂസ് പ്ലാസ്മ നമ്മൾ എടുത്ത് വീണ്ടും അത് അവിടെ വേസ്റ്റ് ഡപ്പയിലിട്ട് വീണ്ടും ആൾക്കാരെ വൈപ്പ് ചെയ്ത് വേസ്റ്റ് ഡപ്പയിലിട്ട് ഈ വേസ്റ്റ് ഡപ്പ ഇൻഫെക്റ്റഡ് ആയി ഫുള്ള്. അവിടെ നിന്ന് അത് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ നിന്ന് ആ റൂം ഫുൾ ഇൻഫെക്ഷൻ ആവും. അപ്പം നമ്മൾ ആ സ്റ്റുഡിയോന്ന് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ ആ സ്റ്റുഡിയോയിൽ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഇൻഫെക്ഷൻ ആവും. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൈജീൻ എന്ന് പറയുന്നത്. അത് നമുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ ക്ലയൻറ്റിന് എന്തെങ്കിലും വേറെ ഡിസീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും നമുക്ക് വരാം. ഈവൻ നിങ്ങളുടെ ക്ലയൻറ്റ് ഒരു HIV പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലയൻറ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, आपका क्लाइंट HIV पेशेंट HIV पॉजिटिव है, क्लाइंट इसका पास नहीं बोला हम HIV पॉजिटिव, क्लाइंट आया वो टैटू करने का टाइम में गलत में उसका नीडल अपने पंच हो गया, अपना हाथ में पंच हो गया. ആലോചിച്ചോക്ക് നിങ്ങൾ എന്താവുന്നത്. സോ ബോത്ത് ഇത് ഒരു ഈസി അല്ല. സോ നമ്മൾ വേറൊരാളുടെ ബോഡിയിലാണ് ചെയ്യുന്നത് ടാറ്റൂ, നമ്മളെ ബോഡിയിലല്ല, വേറൊരാളുടെ ബോഡിയിൽ. അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ, उसका हेल्थ कंडीशन, उसका लाइफ स्टाइल, उनको कुछ हमको मालूम नहीं है. हमको क्या मालूम है? ओनली अपना प्रोटेक्शन. ക്ലയൻറ്റിനെ ഇപ്പം നിനക്കറിയാം, നിനക്ക് പേഴ്സണലി അറിയാവുന്ന ആൾ, നമുക്കറിയാവുന്ന ആൾ, നോ പ്രോബ്ലം. എനി ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൈയും കൂടെ ഫുള്ള് റാപ്പ് ചെയ്യണം. എന്നിട്ട് പ്രിക്കോഷൻസ് എടുക്കണം. നമ്മൾ സ്റ്റേഷൻ സെറ്റപ്പ് പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്യുക. ടിഷ്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇരിക്കുന്നതെല്ലാം ഇങ്ക് മാത്രമല്ല, ബ്ലഡ് ആണ്, ക്ലയന്റിന്റെ പ്ലാസ്മയാണ് ഈ ടിഷ്യൂവിൽ ഇരിക്കുന്നത്. അത് കറുത്ത കളറിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് ഇങ്കാണെന്ന് വിചാരിക്കും, പക്ഷെ അത് ബ്ലഡ് ആണ്, പ്ലാസ്മയാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് മാത്രം ഡീൽ ചെയ്യുക, ഇൻഫെക്ഷൻ ആവാതെ. ഇത് ഇൻ കേസ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ പ്ലാസ്മാസ് ഓർ ബ്ലഡ് നമ്മളെ ഏതെങ്കിലും ഇപ്പം നമ്മൾ ഇതിൽ പിടിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചെന്ന് വെച്ചോ, നമ്മളെ ഇൻസൈഡ് പോവും, സ്റ്റൊമക്കിൽ പോവും, അവിടെ നിന്ന് അത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ റിസ്ക്കും കൂടെ നമ്മൾ ആലോചിച്ച് വെക്കുക. സോ നിങ്ങൾ ഡിസൈൻ ഫസ്റ്റ് നിങ്ങൾ ഡിസൈൻ ഒരു ആളുടെ റിയൽ സ്കില്ല് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ അതിന് ഫ്രീ സ്റ്റൈൽ ഡ്രോ ചെയ്ത് നോക്കണം. ഡ്രോ ചെയ്തിട്ട് അതിന് ഷെയ്ഡ്സ് കൊടുത്ത് നോക്കണം ഫ്രീ. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒന്നിലും ഒരു ഷെയ്ഡ്സ് കൊടുത്ത് നോക്കാം, ഒന്നിലും ഒരു ഷെയ്ഡ്സ് നോക്കാം. വിച്ച് ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ഗുഡ് ലുക്കിംഗ് ഗുഡ്
ക്ലയൻറ്റിനും ഏറ്റവും ബെറ്റർ ആണെന്ന് തോന്നുന്ന അത് നിങ്ങൾ നെക്സ്റ്റ് ടാറ്റു ചെയ്യുക. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ മെയിനായിട്ട് പ്രിപ്പറേഷൻ ടാറ്റു ചെയ്യണതിന് മുമ്പുള്ള നമ്മളെ പ്രിപ്പറേഷൻ. അതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കി നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. എല്ലാ സാധനവും അടുത്തുണ്ടാകുന്ന നോക്കുക. ഈവൻ ഇഫ് യു വാണ്ട് ഡ്രിങ്ക് വാട്ടർ, ഫസ്റ്റ് ആ വാട്ടർ ബോട്ടിൽ റാപ്പ് കറോ ഏനാ. നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ക്ലയൻറ്റിന് വെള്ളം കുടിക്കണോ, ക്ലയൻറ്റിൻ്റെ റാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അവിടെ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ അവിടെ തൊടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം പുറത്തൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ US ആണെങ്കിൽ ടാറ്റു ആണെങ്കിൽ അവർ ഒരു സ്വിച്ച് ഇടേണ്ടിയുണ്ടെങ്കിൽ അത് റാപ്പായിരിക്കും. റിമോട്ടാണെങ്കിൽ ആ റിമോട്ട് റാപ്പായിരിക്കും. TV എടുത്ത് ചെയ്യണം. സോ ഇൻഫെക്ഷൻ ഭയങ്കര പ്രോബ്ലമാണ്. അതിപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ സ്റ്റേഷൻ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നമ്മൾ സാധനം കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പോൾ ഇങ്ക്, നീഡിൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള AND എല്ലാം സ്റ്റേഷനിൽ വെച്ച് എന്നിട്ട് വർക്ക് തുടങ്ങിക്കൊണ്ടിരിക്കും. അയ്യോ ടിഷ്യൂ എടുക്കാൻ മറന്നുപോയി, നേരെ പോകും. ടിഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്ലൗസാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇത് പോയിട്ട് അവിടെ പോയിട്ട് എല്ലാ ടിഷ്യൂലും കയറി പിടിക്കും. എന്നിട്ട് അതെടുത്തുണ്ട്, അയ്യോ വെള്ളം എടുക്കാൻ മറന്നുപോയി, വാട്ടർ കപ്പ്, അടുത്ത് നേരെ പോയിട്ട് കപ്പ് എടുത്തിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അതെടുക്കാൻ മറന്നുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന ആൾക്കാരെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അത് ഒരിക്കലും വരാൻ പാടില്ല. എവറിത്തിങ് നമ്മൾ അടുത്ത് തന്നെ വേണം, എല്ലാ സാധനങ്ങളും. കാര്യം ഒരു നീഡിലാണ് നമ്മുടെ കയ്യിലുള്ളത്. അവിടെ നമ്മുടെ അടുത്തുള്ള ക്ലയൻറ്റിന് പ്ലാസ്മാസാണ് പുറത്ത് വരുന്നത്. അപ്പം രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അത് വെച്ചിട്ട് നമുക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഈവൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ HIV ക്ലയൻ്റ് ആണെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ ഒരു കുത്തു കൊണ്ടാൽ മതി, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാകാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം നിങ്ങൾ അതിനെ ഒരു കുഞ്ഞ് ടാറ്റു ആയിരുന്നാലും ശരി, വലിയ ടാറ്റു ആയിരുന്നാലും സമീപിക്കേണ്ടത്. ഓക്കെ, അപ്പം ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹൈജീനായിട്ട് നമ്മൾ ടാറ്റു ചെയ്യുക. രണ്ട്, നമ്മുടെ പിന്നെ ഓൺ പ്രൊട്ടക്ഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ റാപ്പ് ചെയ്യുക, നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ എല്ലാം റാപ്പ് ചെയ്ത് വെക്കുക, പ്രോപ്പറായിട്ട് മാസ്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് ആക്ച്വലി നമ്മളെ സ്റ്റുഡൻ്റാണ്, ഇത് സ്റ്റുഡൻറ്റിന് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് അവർ മാസ്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അതർവൈസ് നമ്മൾ മാസ്ക് കൂടുതലും ഏറ്റവും കൂടുതൽ കുറേ നേരം ഇരിക്കുന്നതല്ല, 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമ്മൾ ആ ക്ലയൻറ്റ് അടുത്ത് തന്നെ ഇരിക്കുന്നതാണ്. അപ്പം നമ്മൾ അത്രയും സമയം ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഹൈജീനെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.